ചുരുക്കം ചില മലയാളികളുടെ ഒരു കുഴപ്പമാണ് വേലിയിൽ ഇരിക്കുന്ന പാമ്പിനെ എടുത്ത് അസ്ഥാനത്ത് വെച്ചിട്ട് കടി വാങ്ങുക എന്നുള്ളത്. അതായത് വെറുതെ ഇരിക്കുന്ന ഒരാളുടെ കുറച്ച് ഒരു കുറ്റം പറഞ്ഞില്ലേ പലർക്കും സുഖമാവത്തില്ല. യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ ഒരു കുഴപ്പം വെച്ചാൽ ഒരുപാട് ആളുകൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മാത്രം വിഷയമാക്കിക്കൊണ്ട് ചാനലിൽ മുന്നോട്ട് പോകുന്ന ആളുകളുമുണ്ട്. ചില സാഹചര്യങ്ങളിലൊക്കെ വിമർശനം ആവശ്യമാണ്, ആരോഗ്യകരമാണ്. അതിലുപരി ഒരു വ്യക്തിയെ ഹരാസ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവര് എന്തോന്നോ ഒന്നും അല്ല എന്നുള്ള രീതിയിൽ ഒക്കെ ചിന്തിച്ച് കൂട്ടിയിട്ട് അഭിപ്രായം പറയുന്ന ആളുകളുണ്ട്. അവിടെയൊക്കെ നാട്ടുപുറത്തൊക്കെ ഉണ്ടാവും. വർഷങ്ങൾക്ക് മുന്നേ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരാളെ അറിയാമായിരിക്കാം. അന്ന് ആ വ്യക്തിക്ക് സമ്പത്ത് കാണത്തില്ല, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരും കാണത്തില്ല, തീർത്തും ദുർബലരായിരിക്കുന്ന ഒരവസ്ഥ. ആ ഒരു സമയത്ത് ചിലപ്പം നമ്മളെ പലരും അവരെ അപമാനിച്ചിട്ടുണ്ടാവാം, കളിയാക്കിയിട്ടുണ്ടാവാം, പരിഹസിച്ചിട്ടൊക്കെ ഉണ്ടാവാം. പക്ഷെ കുറച്ച് കാലത്തിന് ശേഷം അവർ തിരിച്ചു വരുമ്പോൾ പലരുടെയും ധാരണ എന്താ, പണ്ട് തല കയറിയിരുന്ന അപ്പിയിട്ട ആളാണ് ഈ വരുന്നത്, ഇനിയും ചെയ്യാം, ഇത്രയല്ലേ ഉള്ളൂ എന്നൊരു ധാരണയ്ക്ക് വരും. അവിടെയാണ് പലർക്കും പ്രശ്നം പറ്റുന്നത്. കാരണം വരുന്ന ആള് അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ തെറി വിളിക്കാൻ പോകുമ്പോൾ, കുറ്റം വിളിക്കുക പറയാനൊക്കെ പോകുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആളല്ലെങ്കിൽ ശത്രു എന്ന് പറയുന്ന ആള് എന്താണ് എന്നും അവരുടെ റേഞ്ച് എന്താണെന്നും ഒക്കെ അവർ ഏതറ്റം വരെ പോകും എന്നൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടാകത്തില്ല. ചുരുക്കം ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പണ്ട് കാലത്ത് പഴമക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, മൊത്തം നനഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആകാശവും ഭൂമിയും മാത്രം നോട്ടമുള്ള ചില വ്യക്തികളുണ്ട്, അവരെ സംബന്ധിച്ച് നഷ്ടപ്പെടാനൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ള ഒരാളെ നമ്മൾ ശത്രുപക്ഷത്തൊക്കെ കണ്ട് പണിയെടുക്കാൻ പോകുമ്പോൾ ഇതിനകത്ത് ഇറങ്ങുന്ന ആൾക്കാണ് നഷ്ടം വരാൻ പോണേ. ഇങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇടയിൽ പണി കിട്ടിയ ഒരു വ്യക്തിയുണ്ട്. അത് വേറെ ആരുമല്ല, ഒരു സിനിമാ നടിയായ ബീന ആൻ്റണിയുടെ ഭർത്താവ് മനോജ്. അയാൾക്കൊരു യൂട്യൂബ് ചാനലുമുണ്ട്. അങ്ങേര് കയറി ഇരുന്നിട്ട് നമ്മുടെ മിനു മുനീറിനെ കുറിച്ച് കുറേ കുറ്റം അങ്ങോട്ട് പറഞ്ഞു. നമ്മുടെ മറ്റേ ആൻറ്റി, മരിച്ച ആൻറ്റി, ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രയോഗങ്ങളൊക്കെ നടത്തി, വളരെ മോശപ്പെട്ട രീതിയിൽ കുറച്ച് പ്രയോഗമൊക്കെ നടത്തി. ഇപ്പം പുള്ളി ഓർത്തെ, പുള്ളിക്ക് ഒരുപക്ഷെ ഭർത്താവായ അദ്ദേഹത്തിന് ബീന ആൻ്റണികളുടെ കുറവുകളെ കുറിച്ചോ ഇല്ലെങ്കിൽ ഗുണത്തെക്കുറിച്ച് പൊതുജനം പറയുന്നതിനെക്കുറിച്ച് അത്ര അറിവുണ്ടായിരുന്നിരിക്കില്ല. ഇല്ലെങ്കിൽ അതൊക്കെ ഇനി ആൾക്കാർ ചർച്ചയാക്കിയാലും ഓർത്ത് കാണും. ഇല്ലെങ്കിൽ മിനു മുനീറിനെ പരിഹസിച്ച് കഴിഞ്ഞാൽ ഒന്നാളാകാം, തനിക്ക് യൂട്യൂബിൽ പുതിയൊരു വിഷയം കിട്ടിയതായിരിക്കാം, ഒന്ന് ഷൈൻ ചെയ്യാന്നൊക്കെ വിചാരിച്ച് പുള്ളി ഇതിനു മുന്നും ബിഗ് ബോസിൽ ഒരു പെൺകുട്ടിയെ കുറിച്ച് ഇച്ചിരി മോശമായ അഭിപ്രായം പറഞ്ഞതാണ്. അപ്പോൾ മിനി മുനീറിന് ഇതിനെ കുറിച്ച് എന്തൊക്കെയാ അറിയാം എന്നാണ് പുള്ളിക്കാർ പറയുന്നത്, എന്തൊക്കെയോ തെളിവുണ്ടെന്നാണ്. ഏതായാലും ഫേസ്ബുക്കിൽ നല്ലൊരു പോസ്റ്റ് ഇട്ട് ബീന ആൻ്റണിയുടെ സദ്ഗുണങ്ങൾ ഏറ്റവും അങ്ങോട്ട് വർണ്ണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാര്യങ്ങൾ അറിയാമല്ലോ, നമുക്കറിയാം. പരസ്പര സഹകരണ അടിസ്ഥാനത്തിലാണ് പല കാര്യങ്ങളും മുന്നോട്ട് പോണേ. ഒരു കോർപ്പറേഷൻ ഇപ്പോൾ നല്ല സഹകരണത്തിൽ പോകുന്ന. അപ്പം എൻ്റെ ചരിത്രം നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ചരിത്രം എനിക്കും പറയാനുണ്ടാവും എന്ന് മനസ്സിലാക്കാനുള്ള ആ സാമാന്യ വിവേകം നഷ്ടപ്പെട്ട ഇങ്ങനെ വെറുതെ ഇരുന്ന് എവിടെയോ പോയ മിനി മുനീറിനെ ഇങ്ങനെ ചൊറിഞ്ഞ് ആവശ്യത്തിന് വാങ്ങിക്കൂട്ടി. അതായത് ബീന ആൻ്റണിയുടെ ഭൂതകാലം, വർത്തമാനകാലം, ഇനി ഭാവി കാലം കൂടെ പുള്ളിക്കാരി എടുത്തിട്ടങ്ങ് മേഞ്ഞിട്ടുണ്ട്. ഇതേ അവസാനം നാണം കെട്ട് ബീന ആൻ്റണി പോയി പോലീസിൽ പരാതി കൊടുക്കാൻ പോയി. കഴിഞ്ഞ ദിവസവും ഇതുപോലെ ഒരു നടി ചെറിയൊരു മണിയും കൊണ്ട് ഇറങ്ങി. അത് മറ്റാരുമല്ല, ശ്വേത മേനോന. ക്രൈം നന്ദകുമാർ ഒരു വീഡിയോ ഇട്ടു. പുള്ളിക്ക് വ്യക്തമായ കാര്യങ്ങൾ, അറിവുള്ള കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടായിരിക്കാം ഇട്ടത്. എന്തായാലും പുള്ളിക്കാരിയെ കുറിച്ച് പറഞ്ഞ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് ആരോ വിളിച്ചു പറഞ്ഞു. നന്ദകുമാർ തയ്യാറായില്ല, പരാതി കൊടുത്തു. സ്ത്രീത്വത്തെ അപമാനിച്ചു, പിടിച്ചുകൊണ്ട് കേസാക്കി 2 ദിവസം നന്ദകുമാറിനെ പിടിച്ച് അകത്തോട്ടിട്ടു. നന്ദകുമാർ ഇറങ്ങിയിട്ട് വന്നിട്ടുണ്ട്. പുള്ളി ഒരു വെല്ലുവിളി അങ്ങ് നടത്തി. എൻ്റെ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യും, എൻ്റെ കുറച്ച് തെളിവുകളുണ്ട്, ഞാൻ അതെടുത്ത് ഇന്ന പോലീസ് ഉദ്യോഗസ്ഥർ കൊടുക്കും, നടപടിയൊന്നും ഉണ്ടായില്ലെങ്കിൽ മേൽക്കോടതിയിലിട്ടങ്ങ് പോകും. അപ്പോൾ ഈ സ്ത്രീനെ കുറിച്ച് എനിക്കറിയാവുന്ന കുറേയേറെ തെളിവുകൾ ഇന്ത്യയിലുണ്ട്, ഞാനത് ഇട്ട് തരാമെന്ന്. ഇതാ ഞാൻ പറയുന്നത്. പലപ്പോഴും ഈ ആവേശം കൊണ്ട് പലർക്കും അബദ്ധം പറ്റാറുണ്ട്. അങ്ങനെ ബീന ആൻ്റണിയുടെ കെട്ടിയോൻ ഇപ്പം ശരിക്കും ഒന്ന് നാറിയിട്ടുണ്ട്. കാരണം വലിയ കുഴപ്പം കൂടാണ്ട് വയസ്സും പ്രായമായിട്ട് ഇപ്പോൾ ബീന ആൻ്റണി എതിലേക്കോട് പൊക്കോണ്ടിരുന്നത്, സീരിയലൊക്കെ അഭിനയിച്ച് അത്യാവശ്യം പറ്റുന്ന പൊടിച്ചിങ്ങനെ കൊണ്ട് പൊക്കോണ്ടിരുന്നതാണ്. എന്തായാലും ആയകാലത്തെ കുൽസിതങ്ങളും എല്ലാം തൂക്കി ഇപ്പം ഇങ്ങോട്ട് ചെറുപറ പുറത്തോട്ട് വരും. ഇല്ലെങ്കിൽ ഏതായാലും അറിയാവുന്നവർക്ക് പലവിധ കാര്യങ്ങൾ അയവർക്കാനും രസകരമായ കാര്യങ്ങൾ ഓർമ്മിക്കാനൊക്കെ ഒരു അവസരമായി. അപ്പോൾ വെറുതെ ഇങ്ങനത്തെ പരിപാടി പോലെ ഇത് ഈ ഒരു വിഷയമായിട്ട് പറയാനുള്ളത്
എല്ലാവരോടും വീഡിയോ കാണുന്നവരോട് പറയാം, കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത ഒരു മനുഷ്യരും ഇല്ല. ജീവിതത്തിൽ എപ്പോഴെങ്കിലൊക്കെ എല്ലാവർക്കും കുറ്റവും കുറവും വരും. അപ്പം നിങ്ങൾ വിശുദ്ധരാണ് എന്ന് വിചാരിച്ച് മറ്റൊരാളെ കളിയാക്കാൻ കുറ്റം പറയാൻ പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന മുത്തച്ഛന്മാർ ഉൾപ്പെടെ വെറും തെണ്ടികളായിരിക്കും, വെറും നെച്ചികളായിരിക്കും. ഇതിൻ്റെയൊക്കെ തെളിവ് സഹിതം പലരുടെയും കാണും. അപ്പോൾ അവരൊക്കെ അതേക്ക് ഇങ്ങോട്ട് ഇട്ട് തരും. പിന്നെ നാറിയിട്ടോ വരാൻ വെച്ചിട്ടോ കാര്യമില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഇതേപോലെ ഈ വല്ലോനെ കുറ്റം പറഞ്ഞ് വല്ലോനവും കളിയാക്കി ഇച്ചിരി ആത്മസംതൃപ്തി ഇച്ചിരി തുട്ടൊക്കെ ഉണ്ടാക്കി അങ്ങ് ജീവിക്കാം. അതെല്ലാം തെണ്ടിത്തരോ. ഈ കോതമംഗല സൈഡിലൊരു കഥ ഞാൻ പ്രചരിച്ച് കേട്ടിട്ടുണ്ട്, അതുകൂടെ പറയാവേ. അതായത് വർഷങ്ങൾക്ക് മുന്നേ ഒരു അപ്പനെ മകൻ്റെ 10 വയസ്സോ 8 വയസ്സോ കണ്ടുള്ള കൊച്ചിൻ്റെ മുന്നിൽ വെച്ച് അവൻ്റെ അപ്പനെ വെട്ടിക്കൊന്നു. അപ്പോൾ ഈ കൊച്ച് അപ്പനെ കൊല്ലുന്നത് കണ്ടു, കൊല്ലരുതേന്ന് യാചിച്ചു. അപ്പനെ പീസ് ആക്കി ഈ മകനെ എടുത്ത് എറിഞ്ഞു. ഈ കൊച്ചിനൊന്നും എന്തൊക്കെയാ പറ്റി, ഇങ്ങനെ കരഞ്ഞു വിളിച്ചോടി. അവൻ സഹോദരങ്ങളൊക്കെ ഉണ്ട്, അവൻ വളർന്നു വലുതായി, മിലിറ്ററിയിലെ മറ്റേ ജോലി കിട്ടി. അവന് വന്ന സഹോദരങ്ങളെയൊക്കെ ഓരോരുത്തർക്ക് വിവാഹം കഴിപ്പിച്ചു. അവരെയൊക്കെ ദൂരെ സ്ഥലത്ത് കൊണ്ടുപോയി സെറ്റിലാക്കി. അതിനുശേഷം ഇവനെ നാട്ടിലെ വസ്തു വിറ്റു. പിന്നീട് ഇവനെക്കുറിച്ച് ആർക്കും അറിവില്ല, കാരണം തേഞ്ഞു മാഞ്ഞു പോയതാണല്ലോ ഓർത്തേക്കണം. പക്ഷേ ഇവന് എപ്പോഴാണ് എന്നറിയില്ല, വല്ല കാലത്ത് ബുള്ളറ്റിൽ ഒരു വരവുണ്ട്. ആ വരുന്ന വരവിന് ഇവൻ്റെ അപ്പനെ കൊല്ലാൻ ആരൊക്കെയാണോ ഉണ്ടായിരുന്നത്, ഓരോ വരവിനും ഇടയ്ക്കിടയ്ക്കേ വരുള്ളൂ. ഇവന് എവിടുന്ന് വരുന്നു എന്ന് ആർക്കും വ്യക്തമായിട്ട് അറിയില്ല. ഇവനെക്കുറിച്ച് ഇപ്പോൾ ആർക്കും വലിയ അറിവൊന്നുമില്ല. പക്ഷേ എപ്പോഴെങ്കിലൊക്കെ ചിലപ്പോൾ 4 കൊല്ലം കൂടുമ്പോഴായിരിക്കും വരുന്നത്. ആ വരുന്ന വരവിന് അന്ന് അപ്പനെ കൊല്ലാനുണ്ടായിരുന്നു ഓരോരുത്തരോട് തീർത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവനെ പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും തക്കം പാർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഭയങ്കര ശ്രദ്ധ, ഒരു ചെക്ക് പോസ്റ്റ് പോലെ കേരളത്തിൽ സ്ഥാപിച്ചിട്ട്. നിങ്ങൾക്ക് അറിയാമോ എനിക്കറിയില്ല, പണ്ട് ഒരാൾ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഇത് സത്യം ഒന്നും എനിക്കറിയില്ല, പക്ഷെ കാണും ഈ കോതമംഗലം അപ്പുറത്തുള്ള സംഭവം. അപ്പോൾ പോലീസുകാർ കിട്ടിയില്ല. അപ്പോൾ ഇവൻ്റെ ബുള്ളറ്റും കൊണ്ടേ വരുന്നുള്ളൂ. ഈ വരുന്ന വഴിക്ക് എന്തെങ്കിലും തരത്തിൽ ഓരോരുത്തർ ദുരൂഹ സാഹചര്യങ്ങളിൽ മരണപ്പെടാറുണ്ട്. ഒന്നിനും തെളിവില്ലെന്ന് പറയണേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കണം. വെറുതെ വല്ലവനെ ഉപദ്രവിക്കാനും കണ്ണീര് വാങ്ങാനും ഒത്തിരി വല്ലവരെയൊക്കെ കഷ്ടപ്പെടുത്തി അവർക്ക് മാനസിക വിഷമമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ, കാരണം ഓരോരുത്തരും പ്രതികരിക്കുന്ന ഓരോ തരത്തിലായിരിക്കും. ചിലർ പരസ്യമായിട്ട് വിളിച്ചിട്ട് തന്നെ പ്രതികരിക്കും, ചിലർ സൈഡിൽ കൂടി ആയിരിക്കും. നിങ്ങൾ പലപ്പോഴും മറന്നു പോണേ, ശത്രു എന്താണെന്ന് ശരിയായിട്ട് ഹോംവർക്ക് എടുത്ത് അവരെക്കുറിച്ച് ഏറ്റവും ഹിസ്റ്ററി മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങനെയൊക്കെ കാര്യത്തിന് പണിയാനിറങ്ങാൻ. മിനൂർ എന്നുള്ള വ്യക്തി പണ്ട് കാലത്തെ പോലെ സിനിമ നടിയാണ്. അവർക്ക് പലരുമായിട്ട് ബന്ധങ്ങളുണ്ട്. ബീന ആന്റണി സിനിമ നടിയാണ്. ഇവർക്കൊക്കെ ഏറെക്കുറെ സമാനമായ സ്വഭാവ സവിശേഷതകൾ പേറുന്ന ആളുകളാണ് എന്ന് പിന്നാമ്പർ വർത്തമാനമുണ്ട്. ഞാൻ ആരോടൊന്നും ഉന്നയിക്കുന്നില്ലല്ലോ. സമാനമായ ചിന്താഗതിയും സമാനമായ സ്വഭാവ സവിശേഷതകളൊക്കെ ഉള്ള ആളുകളാണ്. അപ്പം പിന്നെ ഒരേ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവരാണ്. എന്തിനാന്നേ ഈ കുറ്റം പറഞ്ഞ കുറവും പറഞ്ഞ് വെറുതെ ആളാകേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഏതായാലും മിനുമുനീറിൻ്റെ അതിൽ ഇപ്പോൾ എത്ര കേസ് വന്നാലും പുള്ളിക്കാരി രണ്ടും കൽപ്പിച്ചിറങ്ങിയേക്കുന്നതാണ്. കാരണം പുള്ളിക്കാരിക്ക് അറിയാം പണ്ട് കാലത്ത് പ്രതികരിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല. ഇപ്പോൾ ഒന്നെങ്കിൽ പൈസ വാങ്ങിയിട്ടായിരിക്കും, അല്ലെങ്കിൽ പ്രതികരിക്കണമെന്ന് തീരുമാനിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ വന്നാൽ ഇതിൻ്റെ ബാക്കി ഇത്രേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാനത് ഊരിപ്പോരും എന്നുള്ളൊരു ധൈര്യവിശ്വാസമോ അമിതമായ ആത്മവിശ്വാസം ധൈര്യം ഉണ്ടാവും. കാരണം സിനിമാ മേഖലയിലെ എല്ലാ ഉന്നതന്മാർക്കെതിരെയാണ് പുള്ളിക്കാരി പ്രതികരണം നടത്തുക. അല്ലെങ്കിൽ പുള്ളിക്കാരിയെ പിടിപ്പിച്ച ആരുടെങ്കിലൊക്കെ കൃത്യമായി തെളിവ് കാണും. നമുക്കറിയത്തില്ലല്ലോ. ഒന്നും കാണാണ്ട് അത്ര മന്ദബുദ്ധിയാണോ സ്ത്രീ എനിക്കറിയില്ല, ചിലപ്പോൾ ആയിരിക്കാം. അപ്പോൾ എന്തായാലും ആട്ടെ, പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു.